നമസ്കാരം. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 3ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുക ഒരു അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ, വെള്ളത്തിന് മാത്രം ഉള്ള ഒരു സ്വഭാവം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു ഏതൊരു മാറ്റർ ഹീറ്റ് ചെയ്യുമ്പോൾ എക്സ്പാൻഡിങ്, വലുതാകും, വോളിയം ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, ആ മാറ്ററിലെ മോളിക്യൂൾസ് വൈബ്രേഷൻ കൂടും, വൈബ്രേഷൻ്റെ വേഗത കൂടും, വളരെ വേഗത്തിൽ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ആ വൈബ്രേഷൻ ആവശ്യമായിട്ടുള്ള മോർ സ്പേസ് അതിനാവശ്യമായിട്ട് വരും. അതായത് അതിനുവേണ്ടി അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ഏതൊരു ഒബ്ജക്റ്റും ഹീറ്റ് ചെയ്താൽ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് എടുത്തിരിക്കുന്നു. ഓക്കെ, ഈ ഒബ്ജക്റ്റിനെ ഞാൻ ഹീറ്റ് ചെയ്തു. അപ്പം അതിൻ്റെ സൈസ് കുറച്ചുകൂടി കൂടി. വീണ്ടും ഞാൻ ഹീറ്റ് ചെയ്തു, വീണ്ടും ഞാൻ ഹീറ്റ് ചെയ്തു, വീണ്ടും, അല്ലേ? അപ്പം നമ്മൾ നോക്കി കാണാൻ പറ്റും, ഇവിടെ നിന്ന് ഹീറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് കൂടി 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 വരുന്നതായിട്ട്. സൈസ് മീൻസ് ഇറ്റ്സ് വോളിയം ഇൻക്രീസസ്. എന്താണ് വോളിയം ഇൻക്രീസസ്? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്, ഒരു ബോഡിയെ ഹീറ്റ് ചെയ്താൽ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യപ്പെടും. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി എന്താണ്? ഡെൻസിറ്റി മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി, മാസ് ബൈ വോളിയം. നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിന്റെ അളവിനെയാണ് മാസ് എന്ന് പറയും. അപ്പൊ ഇവിടെ ഞാൻ ഹീറ്റ് ചെയ്യുമ്പോൾ മാറ്ററിന്റെ അളവിന് വ്യത്യാസമൊന്നും വരുന്നില്ല, അതിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് വോളിയം കൂടുന്നത്. അതുകൊണ്ട് തന്നെ മാസ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ മാസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡെൻസിറ്റി ആക്ച്വലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറയാം. ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1/വോളിയം. എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? വോളിയം കൂടിയാൽ ഡെൻസിറ്റി കുറയണം. ഡെൻസിറ്റി അല്ലെ, വോളിയം കുറഞ്ഞാൽ, കോൺട്രാക്ട് ചെയ്താൽ ഡെൻസിറ്റി കൂടണം. അപ്പൊ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? വോളിയം കൂടിയാൽ എന്ത് കുറയണം? ഡെൻസിറ്റി. അപ്പൊ ഒരു ബോഡിയെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും, അപ്പോ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു? ഡെൻസിറ്റി ഡിക്രീസസ്. ഓക്കെ, അപ്പൊ എന്താണ് സമ്മറൈസ് ചെയ്യാൻ? When a body is heated, its volume increases, therefore its density decreases. ഒരു ബോഡിയെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വോളിയം കൂടി കൂടി വരും, ബട്ട് അതിന്റെ ഡെൻസിറ്റി കുറഞ്ഞു 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 വരും. ഇത് തന്നെ നമ്മളൊന്ന് റിവേഴ്സ് ആംഗിൾ ആലോചിച്ചാൽ, സാധാരണ ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെറുത് വലുതാകുന്ന പോലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വലുത് ചെറുതുമാകണം. അതായത് ഇവിടെ നിന്ന് ഞാൻ ഹീറ്റ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് ചെയ്യാം? കൂൾ ചെയ്യുക. ഒരു ബോഡി കൂൾ ചെയ്യുന്നു, അപ്പൊ എന്തുണ്ടാവും? കൂൾ ചെയ്യുമ്പോൾ അതിലെ വൈബ്രേഷന്റെ വേഗത ഇങ്ങനെ നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നതനുസരിച്ച്, കൂൾ ചെയ്യുന്നതനുസരിച്ച് വൈബ്രേഷൻ കുറഞ്ഞു 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 വരും. ദാറ്റ് മീൻസ് ഇറ്റ്സ് വോളിയം ഡിക്രീസസ്. അപ്പൊ ഇവിടെ നിന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ വോളിയം കൂടുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൂൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വോളിയം ഡിക്രീസസ്. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ വോളിയം ഡിക്രീസസ്. ഇതൊരു 30 ഡിഗ്രി, ഇവിടെ 20 ഡിഗ്രി, 10 ഡിഗ്രി, 5 ഡിഗ്രി. ദാറ്റ് മീൻസ് 30 ഡിഗ്രിയിലുണ്ടായിരുന്ന സൈസ് ആയിരിക്കില്ല 20, 5, 3 ഇങ്ങനെ വരുന്നതനുസരിച്ച് വോളിയം ഡിക്രീസസ്. വോളിയം ഡിക്രീസ് ചെയ്താൽ നമ്മൾ എന്താ പറഞ്ഞ? ഡെൻസിറ്റി അതിന്റെ ഇൻവേഴ്സ് ആണ്. അപ്പൊ ഡെൻസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസസ്. കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
ബോഡിയെ കൂൾ ചെയ്യുമ്പോൾ ആ ബോഡി കോൺട്രാക്ട് ചെയ്യുകയും അതിന്റെ വോളിയം ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. വോളിയം ഡിക്രീസ് ചെയ്താൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഇതാണ് കോമൺ ആയിട്ടുള്ള മാറ്ററിലെല്ലാം നമ്മൾ പറയുന്ന സ്വഭാവം. എന്താണപ്പോൾ ഒരു ബോഡിയെ, അത് സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും, when it is heated its volume increases and density decreases. ഒരു ബോഡി കൂൾ ചെയ്യുമ്പോൾ എന്താണ്, വോളിയം ഡിക്രീസസ്. ദാറ്റ് മീൻസ് ഇറ്റ് കോൺട്രാക്ട്സ് ആൻഡ് ഇറ്റ്സ് ഡെൻസിറ്റി ഇൻക്രീസസ്. അപ്പോൾ ഒരു ബോഡി ഹീറ്റ് ചെയ്താൽ വോളിയം ഇൻക്രീസ് ചെയ്യും, ഡെൻസിറ്റി കുറയും. ഒരു ബോഡി കൂൾ ചെയ്താൽ കോൺട്രാക്ട് ചെയ്യും, വോളിയം കുറയും, ഡെൻസിറ്റി കൂടും. ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്, when a body is cooled, അല്ലെ, ഒരു ബോഡി കൂൾ ചെയ്താൽ അതിന്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മുടെ അനോമലസ് ബിഹേവിയർ പറയാം. എന്താണ്, ഒരു ബോഡി കൂൾ ചെയ്താൽ എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ബോഡി, സപ്പോസ് ഈ ഒരു പെണ്ണ് 30 ഡിഗ്രിയിലിരിക്കുമ്പോൾ, 20 ഡിഗ്രിയിലിരിക്കുമ്പോൾ, 10 ഡിഗ്രിയിലിരിക്കുമ്പോൾ, 5 ഡിഗ്രിയിലിരിക്കുമ്പോൾ, its volume decreases and its density increases. ഓക്കെ, അപ്പോൾ ഏതൊരു ബോഡിയും കൂൾ ചെയ്താൽ അതിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഇനിയാണ് നമ്മുടെ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടറിലേക്ക് വരിക. ഞാൻ അതിനുവേണ്ടി ചെയ്യുക, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഈ വെള്ളം ഞാനൊരു 30 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുകയാണ്, റൂം ടെമ്പറേച്ചർ. ഞാൻ പറഞ്ഞ എന്താണ്, ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും സോളിഡ് ആണെങ്കിലും ഒരു ബോഡി കൂൾ ചെയ്താൽ അതിൻ്റെ വോളിയം കുറയുകയും ഡെൻസിറ്റി കൂടുകയും ചെയ്യണം. ഏതൊരു ഒബ്ജക്റ്റും കൂൾ ചെയ്യുമ്പോൾ അതിന്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യണം. അതാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് 30 ഡിഗ്രി, അതേപോലെ തന്നെ ഇത് 20 ഡിഗ്രി, ഇത് 10 ഡിഗ്രി, ഇത് 5 ഡിഗ്രി, ഇത് 4 ഡിഗ്രി, ഇത് 3 ഡിഗ്രി, 2 ഡിഗ്രി, 1 ഡിഗ്രി ആൻഡ് 0 ഡിഗ്രി. എല്ലാത്തിലും മാറ്റമുണ്ട്. അതായത് വെള്ളത്തിന്റെ പല രീതിയിൽ ഞാൻ വെള്ളത്തിനെ കൂൾ ചെയ്യുന്ന ടെമ്പറേച്ചറാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ക്ലിയർ. ഓരോന്നിനകത്തും വെള്ളമുണ്ട്, പക്ഷെ ഡിഫറെന്റ് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, അപ്പൊ എന്താണ്, വെള്ളം ഒരു ബീക്കറിൽ എടുത്തിരിക്കുന്നു, 30 ഡിഗ്രി സെൽഷ്യസ്. അത് വീണ്ടും കൂൾ ചെയ്തു 20 ഡിഗ്രി സെൽഷ്യസ്. 10, 5, 4, 3, 2, 1 and 0. 0 കഴിയുമ്പോൾ അത് ഐസായിട്ട് മാറും. ഓക്കെ, എങ്കിലേ നമ്മൾ പഠിച്ചെന്താണ്, when the body is, അല്ലെ, ഒരു ബോഡി കൂൾ ചെയ്യുമ്പോൾ അതിന്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാണ് പഠിച്ചത്. അപ്പൊ ഇവിടെയും ലിക്വിഡും വാട്ടറാണ് എടുത്തിരിക്കുന്നത്. വാട്ടറിന്റെ പ്രത്യേകത വെച്ചാൽ 30 ഡിഗ്രി, അപ്പോൾ 20 ഡിഗ്രി, 30 നിന്ന് 20 കൂൾ ചെയ്യപ്പെടുകയാണ്. ഇപ്പുറത്തേക്ക് പോകുന്നതോറും കൂൾ ചെയ്യുന്നു, അല്ലെ. ഈ വാട്ടർ ഇങ്ങോട്ട് പോരുന്നതോറും കൂളിംഗ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, കൂൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യണമെന്നല്ലേ പറഞ്ഞു. ഡെൻസിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യും, ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും, ഇൻക്രീസസ്. അപ്പോൾ 30 ഡിഗ്രിയിലുള്ള ഡെൻസിറ്റിനേക്കാളും 20 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. 10 ഡിഗ്രി വീണ്ടും കൂടുതലായിരിക്കും. കാരണം ഇവിടെ നിന്ന് കൂൾ ചെയ്യുന്നതനുസരിച്ച് ഡെൻസിറ്റി കൂടി വരണം. വാട്ടറിന് മാത്രം എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫിനോമിന ഒബേ ചെയ്യുന്നത് അപ് ടു 4 ഡിഗ്രി സെൽഷ്യസ് മാത്രമായിരിക്കും. അതായത് വെള്ളം 30 ഡിഗ്രിയിലായിരുന്നു, 20 ആയപ്പോൾ കോൺട്രാക്ട് ചെയ്ത് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്തു, അഗെയിൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്തു, ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്തു അപ് ടു 4 ഡിഗ്രി സെൽഷ്യസ്. വാട്ടർ കൂൾ ചെയ്യുമ്പോൾ അതിന്റെ ഡെൻസിറ്റി, സാധാരണ ഒബ്ജക്റ്റ് കൂൾ ചെയ്യുമ്പോൾ ഡെൻസിറ്റി കൂടുന്ന പോലെ കൂടി മാക്സിമം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. thereafter its density decreases. 4 ഡിഗ്രി വരെ മറ്റു ഒബ്ജക്റ്റിനെ പോലെ ഇത് ഒബേ ചെയ്യും. 4 ഡിഗ്രി വരെ ഡെൻസിറ്റി കൂടി 4 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ
അത് കഴിഞ്ഞാൽ പിന്നെ 3 ഡിഗ്രിയിലെ 2 ഡിഗ്രിയിലെ 1 ഡിഗ്രിയിലെ 0 ഡിഗ്രി അവിടെയൊക്കെ വെച്ച് വെള്ളം എന്ത് ചെയ്യും? ഇറ്റ്സ് ഡെൻസിറ്റി ഡിക്രീസസ്. ആക്ച്വലി ഇവിടെ ഡെൻസിറ്റി ഇൻക്രീസസ് ആണ് അപ് ടു 4 ഡിഗ്രി. ഹിയർ ദ ഡെൻസിറ്റി ഡിക്രീസസ്. അതാണ് നമ്മുടെ അനോമലസ് ബിഹേവിയർ എന്ന് പറയുക. ഞാൻ വീണ്ടും പറയാം, ഏതൊരു ഒബ്ജക്റ്റ് എടുത്താലും അതിൽ കൂൾ ചെയ്യുമ്പോൾ അതിന്റെ ഡെൻസിറ്റി കൂടി 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 വരും. വാട്ടറിനെ ഇതേപോലെ തന്നെ when the water taken in a beaker, it is cool ചെയ്യുമ്പോൾ its density increases up to 4 degrees Celsius and thereafter its density decreases. അപ്പോൾ വെള്ളം കൂൾ ചെയ്തിന് 13 20 ആയി 10 ആയി ഇങ്ങനെ വരുമ്പോൾ വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടി 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 വരും. 4 ഡിഗ്രി വരെ വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടത്തുള്ളൂ. 4 കഴിഞ്ഞ് 3 2 1 0 its density decrease ചെയ്യുക. അപ്പോൾ when the 30 degree 20 degree density കുറഞ്ഞു the maximum density at 4 degrees Celsius and thereafter 3 degree density decreases. 2 degree ഇതിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞിരിക്കും. 1 ഡിഗ്രി കുറഞ്ഞിരിക്കും. 0 ഡിഗ്രി കുറഞ്ഞിരിക്കും. 0 ഡിഗ്രിയിലാണ് വെള്ളം ഐസായിട്ട് മാറുക. അപ്പൊ 4 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു വാട്ടറും 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു ഐസും എടുത്തു കഴിഞ്ഞാല് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിന് 4 ഡിഗ്രിയിലുള്ള വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറവായിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ ഞാൻ ഈ പാത്രത്തില് ഈ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഐസ് എടുത്തിരിക്കുക. കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിരിക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞതനുസരിച്ച് ഈ ഐസിൽ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഈ വാട്ടറിലേക്ക്, ഈ ഐസ് ക്യൂബിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. അതായത് കുറച്ച് ഐസ് ക്യൂബ്സ് ഞാൻ ഇട്ടു, അതിലേക്ക് വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഐസ് ക്യൂബ് എല്ലാം മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പൊങ്ങിക്കിടക്കാണ്. ഈ വെള്ളത്തിന്റെ മീതെ ഈ ഐസ് ക്യൂബ് എല്ലാം പൊങ്ങിക്കിടക്കുന്നു. അതിന്റെ കാരണം the density of water അല്ലെങ്കിൽ the density of the ice cube is less than this water. ഏതൊരു ഒബ്ജക്റ്റ് പൊങ്ങിക്കിടക്കുന്നത് ആ ഒബ്ജക്റ്റിന് ആ വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞു കഴിയുമ്പോഴാണ് അത് പൊങ്ങിക്കിടക്കുക. അപ്പൊ അതിനർത്ഥം എന്തോ, ഐസ് ക്യൂബ് എന്തുകൊണ്ടാണ് പൊങ്ങിക്കിടന്നത്? വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കുറവായതുകൊണ്ട്. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതായത് എല്ലാ ഒബ്ജക്റ്റിനെയും പോലെ വാട്ടറും കൂൾ ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. പക്ഷെ 4 ഡിഗ്രി വരെ വാട്ടറിന്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുള്ളൂ. അതിനുശേഷവും കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെൻസിറ്റി കൂടുന്നതിന് പകരം കുറയുകയാണ് ചെയ്യുക. അതായത് വാട്ടർ 4 ഡിഗ്രി കഴിഞ്ഞാൽ എക്സ്പാൻഡിങ്, വോളിയം ഇൻക്രീസ് ചെയ്യും. ദാറ്റ് മീൻസ് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോ എവിടെയാണ് വാട്ടറിന്റെ ഡെൻസിറ്റി മാക്സിമം? 4 ഡിഗ്രി. അതിനുശേഷം 3 ഡിഗ്രിയിൽ കുറയും ഡെൻസിറ്റി. അതിനേക്കാളും കുറവ് 2 ഡിഗ്രിയിലായിരിക്കും. അതിനേക്കാളും കുറവ് 1 ഡിഗ്രിയിലായിരിക്കും. അതിനേക്കാളും കുറവ് 0 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അവിടെ വെച്ച് വാട്ടറിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് ഐസായിട്ട് മാറി. അപ്പോൾ ഐസിന്റെ ഡെൻസിറ്റി 4 ഡിഗ്രിയിലുള്ള വാട്ടറിനേക്കാളും കുറവായിരിക്കും. അതുകൊണ്ടാണ് ഐസ് പൊങ്ങിക്കിടക്കുക. ഈ ഒരു സ്വഭാവമാണ് നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള, നമുക്കറിയാം, വളരെ തണുത്ത പ്രദേശങ്ങളിലുള്ള കുളങ്ങളൊക്കെ നമുക്കറിയാം. ഒരു പോണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു പോണ്ട് എടുത്തു കഴിഞ്ഞാൽ, സാധാരണ കേസസിൽ നമ്മളിവിടെ ഒരു പോണ്ട് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ ഒരു പോണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഈ വളരെ തണുത്ത രാജ്യങ്ങളിൽ അവിടുത്തെ ടെമ്പറേച്ചർ, കാനഡ പോലുള്ള രാജ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ ചിലപ്പോൾ 0-യോ -2-ഓ -5-ഓ -20 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ഒരു കുളം അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലേക്ക്,
ലേക്കിനകത്ത് ഒരുപാട് മീനുകളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടാവും, ഒരുപാട് ജീവജാലങ്ങളെല്ലാം ഈ കുളത്തിലുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ആ സറൗണ്ടിങ് ടെമ്പറേച്ചർ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ കുളത്തിലുള്ള വെള്ളം സറൗണ്ടിങ് ടെമ്പറേച്ചർ 4 ഡിഗ്രി ആയി, 3 ഡിഗ്രി ആയി, അല്ലേ, കുറയാൻ തുടങ്ങി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ വെള്ളവും ആ വെള്ളത്തിലെ ഒരു പോണ്ടിലെ സറൗണ്ടിങ് ടെമ്പറേച്ചർ കുറയുമ്പോൾ ആ പോണ്ടിലെയും വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ സറൗണ്ടിങ് ടെമ്പറേച്ചർ 6, 5, 4, 3, 2, 1, 0 ആകുമ്പോൾ എന്താവണം? ഐസ് ആവണം. ഓക്കെ, അപ്പൊ ഈ പോണ്ടിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഒരു 4 ഡിഗ്രി സെൽഷ്യസിലുള്ള, അല്ലെ, വെള്ളം ഇങ്ങനെ നിൽക്കുക. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ 0 ഡിഗ്രി, ഇവിടെ 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി, 4 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഈ 0 ഡിഗ്രി എത്തിക്കഴിഞ്ഞാല് എന്ത് ചെയ്യും? അപ്പൊ ഈ 0 ഡിഗ്രി, അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ 0 ഡിഗ്രി എത്തിയ ഐസ് ആവും. അപ്പൊ ഈ വെള്ളത്തിലെ ടെമ്പറേച്ചർ എങ്ങനെയാണ്? ഇപ്പൊ വെള്ളത്തിൽ മൊത്തത്തിലുള്ള ടെമ്പറേച്ചർ കുറഞ്ഞു. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ എപ്പോഴും താഴെയായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് എപ്പോഴും താഴ്ന്നു കിടക്കൂലേ, മുങ്ങിക്കിടക്കൂലേ. 3 ഡിഗ്രി കുറച്ചുകൂടി ഡെൻസിറ്റി കൂടുതലാണ്, കുറവാണ്. അപ്പൊ അത് കുറച്ചുകൂടി മേളിലേക്കും. 2 ഡിഗ്രി അതിനേക്കാളും കുറച്ചുകൂടി ഡെൻസിറ്റി കുറവാണ്. 1 ഡിഗ്രി അതിനേക്കാളും കുറവാണ്. 0 ഡിഗ്രി ഏറ്റവും കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോണ്ടിലെ ടെമ്പറേച്ചർ കുറയുമ്പോൾ 4 ഡിഗ്രിയിലാണ് മാക്സിമം ഡെൻസിറ്റി ഉള്ളത്. അപ്പൊ ആ 4 ഡിഗ്രിയിലുള്ള വെള്ളം ഏറ്റവും അടിയിലായിരിക്കും കുളത്തിന്റെ. അതിന്റെ മുകളിൽ 3 ഡിഗ്രിയിലുള്ള വെള്ളം. കാരണം 4 ഡിഗ്രിയിലുള്ള വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കുറവാണ് 3 ഡിഗ്രിയിൽ. 3 ഡിഗ്രിയിലേക്കാളും കുറവാണ് 2 ഡിഗ്രിയിൽ. 2-നേക്കാളും കുറവാണ് 1 ഡിഗ്രിയിൽ. 0 ഡിഗ്രി എന്ന് വെച്ചാൽ ഐസ് ആകുമ്പോൾ അത് പൊങ്ങിക്കിടക്കും എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മുകളിലായിരിക്കും. എന്ന് വെച്ചാൽ ഒരു കുളം തണുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ പോണ്ടിന്റെ ഏറ്റവും താഴെ, ഏറ്റവും മുകളിൽ സർഫസിൽ എന്തായിരിക്കും? 0 ഡിഗ്രിയിലുള്ള ഐസ്. അതായത് ഐസ് എപ്പോഴും പൊങ്ങിക്കിടക്കുന്നതിന്റെ ഒരു ഗുണം ഇതിനകത്തെ ഐസ് എപ്പോഴും ഇങ്ങനെ ഇതിന്റെ പോണ്ടിന്റെ ലേക്കിന്റെ ഏറ്റവും സർഫസിൽ ഒരു ലെയർ പോലെ ഇങ്ങനെ നിൽക്കും. അത് മാത്രമല്ല, അപ്പോ ഈ അടിയിലുള്ള ഈ ഐസ് ഇങ്ങനെ ഒരു ലെയർ പോലെ നിൽക്കുമ്പോൾ ഈ പിന്നീടുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഈ സറൗണ്ടിങ് ടെമ്പറേച്ചറിനെല്ലാം ഒരു ആവരണം പോലെ കടത്തിവിടാതെ, ഹീറ്റിൽ നിന്നും കടത്തിവിടാതെ, അല്ലെങ്കിൽ ഒരു ആവരണം പോലെ ഈ പോണ്ടിന്റെ മുകളിലുള്ള ഐസ് ഇങ്ങനെ നിൽക്കും. അപ്പൊ താഴേക്കുള്ള 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ അങ്ങനെ തന്നെ നിൽക്കും. ആ 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിൽ ഈ ജീവജാലങ്ങളെല്ലാം സുഖമായിട്ട് നിൽക്കും. അപ്പോൾ കാനഡ പോലുള്ള സ്ഥലത്ത് വലിയ ഒരു ലേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ലേക്കിൽ സറൗണ്ടിങ് ടെമ്പറേച്ചർ മൂലം ആ ലേക്കിന്റെ മുകളിലുള്ള സർഫസിൽ ഒരു മഞ്ഞുപാളി രൂപപ്പെട്ടിട്ടുണ്ടാവും. ആ മഞ്ഞുപാളി രൂപപ്പെടുന്ന അനുസരിച്ച് അത് എപ്പോഴും പൊങ്ങിക്കിടക്കും. അപ്പൊ ഏറ്റവും സർഫസിലായിരിക്കും ഈ മഞ്ഞുപാളി ഇരിക്കുക. താഴെ എപ്പോഴും 4 ഡിഗ്രി സെൽഷ്യസിലുള്ള ഡെൻസിറ്റി കൂടിയ വെള്ളം താഴെ ഉണ്ടാവും. ആ താഴെയുള്ള വെള്ളത്തിൽ ജീവജാലങ്ങളെല്ലാം സേഫ് ആയിരിക്കും. അല്ലെന്നാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, പോണ്ടിന്റെ താഴെ തൊട്ട് ഐസായി കഴിഞ്ഞാൽ ആ ജീവജാലങ്ങളെല്ലാം, ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ലേക്കിന്റെ മുകളിൽ ഒരു ഐസ് കട്ട പോലെ നിൽക്കും. അത് പിന്നീട് വീണ്ടും ഈ ടെമ്പറേച്ചർ കുറക്കുന്നതിന് തടഞ്ഞു നിർത്തുന്ന ഒരു പാളി പോലെ ആക്ട് ചെയ്യുകയും അതിന്റെ താഴെ പോണ്ടിനകത്ത് ഈ ലേക്കിനകത്ത് ഫിഷും അതുപോലുള്ള ജീവജാലങ്ങളെല്ലാം 4 ഡിഗ്രി സെൽഷ്യസ് വാട്ടറിൽ സേഫ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഈ ഒരു ബിഹേവിയറാണ് നമ്മുടെ ഭൂമിയിലെ ജീവൻ നിലനിർത്താൻ വേണ്ടി വെള്ളത്തിലുള്ള ബിഹേവിയറാണ്. ഈ ഒരു ബിഹേവിയറിനെയാണ് നമ്മൾ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഞാൻ സമ്മറൈസ് ചെയ്യുകയാണ്. എല്ലാ ഒബ്ജക്റ്റും ഹീറ്റ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും, ഡെൻസിറ്റി കുറയും. എല്ലാ ഒബ്ജക്റ്റും കൂൾ ചെയ്യുമ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യും, കംപ്രസ് ചെയ്യപ്പെടും, കോൺട്രാക്ട് ചെയ്യപ്പെടും, ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യപ്പെടും. വാട്ടറിന് മാത്രം കൂൾ ചെയ്യുമ്പോൾ ഡെൻസിറ്റി കൂടി 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 വരും അപ് ടു 4 ഡിഗ്രി വരെ. 4 ഡിഗ്രി കഴിഞ്ഞാൽ മറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തമായി, മറ്റ് ലിക്വിഡിൽ നിന്ന് വ്യത്യസ്തമായി വാട്ടറിന്റെ ഡെൻസിറ്റി 0 വരെ കുറയുകയാണ് ചെയ്യുക.
ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുക. അതുകൊണ്ടാണ് വെള്ളത്തിൽ ഐസ് പൊങ്ങിക്കിടക്കുക. അപ്പോൾ വളരെ റൂം ടെമ്പറേച്ചർ, നമ്മുടെ സറൗണ്ടിങ് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആകുന്ന സമയത്ത് ഒരു പോണ്ടിലെ ഐസ് എപ്പോഴും പൊങ്ങി സർഫസിൽ വന്നൊരു ആവരണമാകുന്നതോടുകൂടി താഴെ 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ഈ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുകയും അതിനകത്തുള്ള ജീവജാലങ്ങൾ സേഫായിട്ടിരിക്കുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയാണ് ജീവൻ നിലനിർത്താൻ കാരണമായിട്ട് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. താങ്ക് യു.